ഒരു ഫൈറ്റർ ജെറ്റ് അതിന്റെ പിന്നിലെ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ ഒരേ സമയം 8 ഡ്രോണുകളെ നിയന്ത്രിക്കുന്നു. ആ ഡ്രോണുകൾ മുന്നിൽ ചെന്ന് ഒപ്പോസിംഗ് ഫോഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എതിരെ വരുന്ന സേനയെ നേരിടുമ്പോൾ ഈ വിമാനം ദൂരത്ത് നിന്ന് മുഴുവൻ ഓപ്പറേഷനും നിയന്ത്രിക്കുകയാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ സീനല്ല പറയുന്നത്. ഇത് നമ്മുടെ രാജ്യം വരാനിരിക്കുന്ന ഓപ്പറേഷനുകളിൽ നടത്താൻ പോകുന്ന ഒരു കിടിലൻ നീക്കത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. 2018 ഇന്ത്യ ഒരു വലിയ തീരുമാനമെടുത്തു. റഷ്യയുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി ഇന്ത്യ ഉപേക്ഷിച്ചു എന്നതാണ് ആ തീരുമാനം. ചെലവ് വളരെ കൂടുതലായിരുന്നു. സാങ്കേതിക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ചില പ്രധാന സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ലഭിക്കാത്തതിനാൽ ആയിരുന്നു ആ ഒരു തീരുമാനം വന്ന് കൈക്കൊണ്ടത്. പക്ഷേ ഇപ്പോൾ പദ്ധതി അത് തന്നെയാണ്. പുതിയ രൂപത്തിലും പുതിയ വാഗ്ദാനങ്ങളുമായി വീണ്ടും ഇന്ത്യയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ യുദ്ധവിമാനമല്ലെന്ന് റഷ്യ പറയുന്നു. ഭാവിയിലെ യുദ്ധരീതി തന്നെ മാറുന്ന ഒരു സംവിധാനമാണിതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. റഷ്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സുഖോയ് Su-57 എന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു പതിപ്പാണ്. ഈ വിമാനത്തിൽ മുൻ സീറ്റിൽ ഒരു പൈലറ്റിനും പിന്നിൽ ഒരു മിഷൻ കമാൻഡറുമാണ് ഇരിക്കുക. ഇവിടെയാണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത കൂടുന്നത്. ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനും ആളില്ലാ സംവിധാനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ്. അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് 2 പോലെയുള്ള വിമാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ റഷ്യയുടെ സമീപനം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ മനുഷ്യർ തന്നെയാണ് പ്രധാന നിയന്ത്രണം കൈവശം വയ്ക്കുന്നത്. ഈ വിമാനത്തിന്റെ പിന്നിലെ സീറ്റിലിരിക്കുന്ന കമാൻഡർക്ക് ഒരേ സമയം 4 മുതൽ 8 വരെ S-70 ഒക്കോട്നിക് ബി എന്ന സ്റ്റെൽത്ത് ഡ്രോണുകളെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയും. സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ശത്രുവിന്റെ റഡാറിലൊന്നും കുടുങ്ങാതെ രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി പറക്കാൻ കഴിവുള്ള വിമാനങ്ങളെയും ആകാശവാഹനങ്ങളെയുമാണ് ഈ ഒരു സ്റ്റെൽത്ത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവ മുന്നിലേക്ക് പറന്ന് അപകടകരമായ പ്രദേശങ്ങളിൽ പ്രവേശിക്കുകയും അവിടെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുമെന്നതാണ്. ഇതിനിടെ Su-57 സുരക്ഷിതമായ ദൂരത്ത് നിന്ന് നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ ഓരോരുത്തർക്കും വ്യക്തമായ ചുമതലകളുണ്ട്. മുൻ സീറ്റിലിരിക്കുന്ന പൈലറ്റ് വിമാനത്തെ നിയന്ത്രിക്കുകയും ആകാശത്ത് നടക്കുന്ന ഓപ്പറേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. പിന്നിലെ കമാൻഡർ ഡ്രോണുകളെയും ലക്ഷ്യങ്ങളെയും നിയന്ത്രിക്കും. ഇത് ആ ഒരു ഓപ്പറേഷനിൽ കൂടുതൽ കൃത്യതയും കൂടുതൽ സുരക്ഷയും നൽകുന്നു എന്നതാണ്. ശത്രുക്കളുടെ ശക്തമായ പ്രതിരോധം പോലും ഇങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാനായി സാധിക്കുമെന്നതാണ്. റഷ്യയുടെ മറ്റൊരു പ്രധാന വാഗ്ദാനം ഇന്ത്യക്ക് സ്വന്തം ആയുധങ്ങൾ ഈ വിമാനത്തിൽ ഉപയോഗിക്കാനാകുമെന്നതാണ് കേട്ടോ. ഉദാഹരണത്തിന് ബ്രഹ്മോസ്, അതുപോലെ തന്നെ മറ്റ് അസ്ത്ര പോലെയുള്ള നമ്മുടെ ആയുധങ്ങളൊക്കെ ഇതിൽ കോർത്തിണക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് റഷ്യ പറയുന്നത്. ഇതിനാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ തുറന്ന രീതിയിൽ നൽകുമെന്നും റഷ്യ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഈ വിമാനം നിർമ്മിക്കാനുള്ള അനുമതിയും നൽകുമെന്നതാണ് റഷ്യയുടെ സൂചനകൾ. മുൻപ് ഈ പദ്ധതി പരാജയപ്പെട്ടത് സാങ്കേതിക കൈമാറ്റത്തിലെ പ്രശ്നങ്ങളും ചെലവും കാരണമായിരുന്നു. ഇപ്പോൾ റഷ്യ പറയുന്നത് ആ പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല എന്നതാണ്. ഇന്ത്യക്ക് കൂടുതൽ പങ്കാളിത്തവും കൂടുതൽ നിയന്ത്രണവും നൽകാമെന്നാണ് അവരുടെ വാഗ്ദാനം. ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് AL-51F1 എഞ്ചിൻ എന്ന അത്യാധുനിക എഞ്ചിനാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ ശബ്ദത്തേക്കാൾ 1.5 ഇരട്ടി വേഗതയിൽ ദീർഘദൂരം പറക്കാൻ കഴിയും. ഇത് ഇന്ധനക്ഷമതയും സ്റ്റെൽത്ത് ശേഷിയും വർദ്ധിപ്പിക്കും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ഗുണം. ഇന്ത്യക്ക് ഇതിലുള്ള ഗുണം എന്താണ്? ഇന്ത്യ ഇപ്പോൾ സ്വന്തം 5ാം തലമുറ വിമാനമായ AMCയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇത് 2030കളുടെ മധ്യത്തോടെ മാത്രമേ പൂർണ്ണമായും സജ്ജമാകൂ. അതുവരെ വ്യോമസേനയ്ക്ക് ഒരു ഇടവേളയുണ്ടാകും. ആ ഇടവേള പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇടവേള ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് Su-57 പതിപ്പ് വലിയ രീതിയിൽ സഹായിക്കുമെന്നതാണ് വിശകലന വിദഗ്ധർ അതുപോലെ തന്നെ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്.